അസ്സലാമു അലൈക്കും. മിസ്റ്റർ ആബിദ്, ആ കുട്ടി നിങ്ങളുടെ മകൻ തന്നെയല്ലേ? സാധാരണ ഇങ്ങനെയൊന്നും വരാറില്ല. നിങ്ങളുടെയും ആ കുട്ടിയുടെയും ഒന്നും മേച്ചില്ലല്ലോ. കൂട്ടത്തിൽ നിന്നും ഒരു ഡോക്ടർ ചോദിച്ചത് കേട്ടപ്പോൾ ആബിദ് നിന്ന നിൽപ്പിൽ തരിച്ചു നിന്നുപോയി. റസിയ, റസിയ! അടുക്കളയിലായിരുന്ന റസിയെ ഹാജിയാരെ നീട്ടി വിളിച്ചു. തന്നെ വിളിക്കുന്നത് കേട്ട് അവൾ അയാളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ചിന്തിച്ചത് ആ ശബ്ദത്തിന് ആദ്യത്തെ അത്ര ശൗര്യമില്ലെന്നതാണ്. ഹാജിയാരെ കണ്ട് അവളൊന്ന് അത്ഭുതത്തോടെ നോക്കി. പുറത്തെ എവിടേക്കോ പോകാൻ ഉള്ളതുപോലെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഐഷുമ്മയ്ക്ക് അസുഖമായതിനു ശേഷം ഇതാദ്യമായാണ് അയാൾ പുറത്തേക്ക് പോകുന്നത്. അവളുടെ ആ സംശയപരമായ നോട്ടം കണ്ടിട്ട് ഹാജിയാർ റസിയോട് പറഞ്ഞു, ഞാനേ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഇപ്പോൾ നിങ്ങളുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ അതിനൊന്നും എനിക്ക് പറ്റൂല. എനിക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നും മടുത്തു. പുതിയ സ്ഥലം ആയതുകൊണ്ട് നമ്മളെ കാണാനും സംസാരിക്കാനും ഒന്നും ആരും വരാനില്ല. അവിടെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലും അയാളുടെ ഒപ്പമുള്ളവരൊക്കെ ഇടയ്ക്ക് കാണാൻ വരുമായിരുന്നു. ഇപ്പോൾ അതിന് ആരുമില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പോയി വരാം. പാവം ഉപ്പ ആകെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തൻ്റെ അനുഭവത്തിൽ ഇത്രയും ഭാര്യയെ സ്നേഹിക്കുന്ന ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. ഐഷുമാണെങ്കിലോ ആ ഉപ്പ സ്നേഹിച്ചതിൻ്റെ സ്നേഹം മുഴുവനും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ മക്കളോടൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ സപ്പോർട്ടില്ലാതെ പറ്റില്ലല്ലോ. അയാൾ പുറത്തേക്ക് പോകുന്നത് നോക്കി അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് അടുക്കളയിൽ തൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. കുറേ ദിവസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ടോ ആ നാട്ടിൽ ആദ്യമായി കൊണ്ട് സ്ഥലം കാണാനോ ആളുകളോട് പരിചയപ്പെടാനോ നിന്നതോ എന്തോ ആജിയാർ മടങ്ങി വന്നപ്പോൾ നേരം വൈകിയിരുന്നു. അയാൾ തൻ്റെ ചാരുകസേരയിലേക്ക് ഇരുന്നു. റസിയ, ഡി റസിയ! നീട്ടി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. റസിയയുടെ തലവട്ടം കണ്ടപ്പോൾ കുറച്ച് വെള്ളമെന്ന് പറഞ്ഞു. അയാൾക്ക് നല്ലവണ്ണം വിശന്നത് കൊണ്ട് അവൾ കൊണ്ടുവന്ന വെള്ളം മുഴുവനും കുടിച്ചു. അല്ല, ആബിദ് വന്നില്ലേ? ചുറ്റുപുറം ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ഇല്ല. മറുപടി കിട്ടിയപ്പോൾ അയാൾ ഐഷുമ്മയുടെ അടുത്തേക്ക് നടന്നു. ഡോർ തുറന്ന് റൂമിലേക്ക് നടന്നതും റൂമിലെ കാഴ്ച കണ്ട് എൻ്റെ പഠിച്ചോനെ എന്നിറക്കെ വിളിച്ചുപോയി. ഉപ്പയുടെ നിലവിളി കേട്ട് റൂമിലെത്തിയ റസിയ കണ്ട് ഞെട്ടിപ്പോയി. ഐഷുമ്മ നിലത്ത് രക്തമൊലിച്ച് കിടക്കുന്നു. നോക്കി നിൽക്കാൻ നേരമില്ല. അവളൊന്നും നോക്കിയില്ല. നിയാസിൻ്റെ വീട്ടിലേക്ക് ഓടി. ആ ചേട്ടത്തിയും അച്ചായനുമൊന്നും ആ നേരത്തെ വീട്ടിലുണ്ടാവില്ല. അവരെല്ലാവരും 6 മണിക്ക് ശേഷമേ എവിടെ ഉണ്ടാവൂ എന്ന് ആ ചേട്ടത്തി പറഞ്ഞു തോർത്തു. ഓടിക്കതിച്ചെത്തിയ റസിയ അടുക്കള ഭാഗത്ത് കൂടെയായിരുന്നു പോയത്. ഉമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അവരോടൊക്കെയുള്ള നീരസം മാറ്റിവെച്ച് ഉപ്പയോട് കാറെടുക്കാൻ പറഞ്ഞുകൊണ്ട് അവർ ഐഷുമ്മയുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. റസിയയോടൊപ്പം കാറിലേക്ക് അവരെ കയറ്റാൻ അവരും കൂടിയിരുന്നു. ഹോസ്പിറ്റലിൽ അപ്പോൾ ആബിദിൽ നിന്ന് വിയർക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ഒരു തമാശ പറഞ്ഞതായിരുന്നു എങ്കിലും ആബിദ് കണ്ടുവച്ച പെണ്ണിൻ്റെ ആങ്ങള അത് സീരിയസ് ആയി എടുത്തു. സാധാരണ ഉപ്പയുടെയും ഉമ്മയുടെയും ബ്ലഡെല്ലാം മക്കൾക്ക് മാച്ചാവേണ്ടതാണ്. ഇവിടെ ഉമ്മയുടേത് മാച്ചമാണ്. അങ്ങനെ ഇരിക്കെ ആബിദിൻ്റേത് മാച്ചാകുന്നില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തൻ്റെ കൊളീഗോ പറഞ്ഞത് ശരിയാണ് തന്നെയാണ്. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യം ആബിദിൻ്റെ ഇപ്പോഴത്തെ 2ാം വിവാഹമാണെന്ന്. ആദ്യത്തെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2ാം വിവാഹം കഴിച്ചതാണ്. ആദ്യ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നും പറഞ്ഞായിരുന്നു 2ാം വിവാഹം എന്നാണ് അറിഞ്ഞത്. 2ാം വിവാഹം നടന്ന ഭാര്യ ആദ്യ മാസത്തിൽ തന്നെ പ്രഗ്നൻ്റായി എന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞ് ആബിദിൻ്റേതായിരിക്കില്ല എന്ന് അയാൾ ചിന്തിച്ചപ്പോൾ തോന്നി. എന്നാൽ പിന്നെ ഇവരെ സംശയം അങ്ങ് തീർത്തു കൊടുത്താലോ ഒളിയാ? നമുക്ക് DNA ടെസ്റ്റ് ചെയ്യാം. എന്താ? ഇവരൊക്കെ സംശയം തീർക്കാം. എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എളിയ. അയാൾ അത് പറഞ്ഞത് ഒന്നും ആബിദ് കേട്ടതുപോലുമില്ല. അവൻ നിയാസിൻ്റെ മുന്നിൽ താൻ ഇല്ലാതായത് ഓർത്ത് ഇരിക്കുകയായിരുന്നു. കളിയാക്കാനാണെങ്കിലും തൻ്റെ മകനല്ല കുട്ടിയെന്ന് നിയാസിൻ്റെ മുന്നിൽ ചോദിച്ചതിനുള്ള മനോവിഷമത്തിലായിരുന്നു അവൻ. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ അല്ലേ എന്ന് സീനിയർ ഡോക്ടർ അവനോട് ചോദിച്ചപ്പോൾ ആബിദ് അയാളെ നോക്കി. ഓ, അപ്പോൾ താനൊന്നും കേട്ടില്ലേ? നമുക്ക് DNA ടെസ്റ്റ് നടത്താൻ എന്നാ ഫിറോസ് പറയുന്നത്. അവൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ താൻ? അങ്ങനെയെങ്കിൽ അവനും അറിയണം നിൻ്റെ തന്നെ കുഞ്ഞല്ലേ അതെന്ന്. അതിന് DNA ടെസ്റ്റ് നടത്താമെന്നാണ് അവൻ പറയുന്നത്. നിയാസിൻ്റെ മുന്നിൽ തല ഉയർത്തി നടക്കണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തി കുഞ്ഞ് തൻ്റേതാണെന്ന്
ഉറപ്പുവരുത്തണമെന്നായപ്പോൾ അവൻ അതിന് സമ്മതിച്ചു. പക്ഷെ അതുവരെ ഇല്ലാത്തൊരു ടെൻഷനും അവനെ പിടികൂടി. DNA ടെസ്റ്റിനുള്ള സാമ്പിൾ എടുത്ത് കുഞ്ഞിൻ്റെയും ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ആബിദ് തലയാട്ടി സമ്മതിച്ചപ്പോഴേക്കും ആബിദിൻ്റെ ഫോൺ ബെല്ലടിച്ചിരുന്നു. റസിയ കോളിംഗ്. വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ എടുക്കാതിരിക്കാൻ അവന് നിർവാഹമുണ്ടായിരുന്നില്ല. നിനക്കെന്താ ഫോൺ എടുത്തില്ലെങ്കിൽ അറിയില്ലേ തിരക്കിലാണെന്ന് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കണോ? അടക്കി പിടിച്ച ശബ്ദത്തോടെ ഒരു അലോ പോലും പറയാതെ അവൻ അങ്ങോട്ട് ചൂടായി. മോനെ. റസിയയുടെ ശബ്ദത്തിന് പകരം ഉപ്പയുടെ ശബ്ദം കേട്ട് അവൻ കുട്ടിക്ക് എന്തെങ്കിലും പറ്റൂ എന്നാണ് ഓർത്തത്. എന്താ ഉപ്പ, എന്താ? ഉപ്പയുടെ ബേജാർ നിറഞ്ഞ ശബ്ദം കേട്ട് അവനും ചോദിച്ചു. ആബി, ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊടുന്നതാടാ. താൻ എന്താ പറയുന്നത് എന്ന വൃദ്ധന് അറിയാതെ തപ്പിത്തടഞ്ഞു. ഉപ്പ റസിയക്ക് കൊടുത്തക്ക്. ഉപ്പാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായ അവൻ അത് പറഞ്ഞപ്പോൾ ഹാജിയാർ റസിയക്ക് നേരെ നീട്ടി. എന്താ ഉമ്മാക്ക് പറ്റിയത്? ഉമ്മ റൂമിൽ വീണ് നിറയെ ബ്ലഡ് പഴഞ്ഞിരുന്നു ഞങ്ങൾ കാണുമ്പോൾ. ഇപ്പോൾ ആൽഫ ഹോസ്പിറ്റലിലെ ICUവിലാണ്. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഉമ്മ ഒന്ന് വീണു. അൽഫയിലാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. ഞാൻ മോനെ കൂട്ടി പിന്നെ വരാമെന്ന് പറഞ്ഞ് അവൻ പോകാനിറങ്ങുന്ന സമയത്ത് നിയാസ് പറഞ്ഞു. മോൻ്റെ സാമ്പിൾ ഞാൻ വാങ്ങിച്ചോളാം. ആബിദ് ഉമ്മയെ ശ്രദ്ധിക്ക്. അതുവരെ ഒന്നും പറയാതെ ഇരുന്നവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നീ ആബിദിനെ അറിയുമോ എന്ന് എല്ലാവരും ചോദിച്ചു പോയി. അറിയാം. ഞങ്ങളുടെ അയൽവാസിയാണ്. 2 ദിവസമായിട്ടുള്ള അവർ ആ വീട്ടിൽ താമസാക്കിയിട്ട്. നിയാസിന് ഷാക്കിറയെ അതിലേക്ക് വലിച്ചയക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാലും അവനെ അറിയണമെന്നുണ്ട്. ചാച്ചു ആബിദിൻ്റെ കുഞ്ഞല്ലേ എന്നുള്ളത്. അവൻ ഷാക്കിറയെ കുഞ്ഞുങ്ങളില്ലാത്തതും പറഞ്ഞ് എത്ര ടോർച്ചർ ചെയ്തിരിക്കുന്നു. അത് അവൻ്റെ ആണെങ്കിൽ അത് താൻ അറിയുക തന്നെ വേണം. അവൻ്റെ പോരായ്മ തന്നെ ആയിരിക്കും എന്നൊരു ഉറപ്പുള്ളതുപോലെ. അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ തങ്ങൾക്ക് കുഞ്ഞുണ്ടാവില്ലല്ലോ. ഷാക്കിറ രണ്ടാമതും പ്രഗ്നൻ്റ് ആവില്ലല്ലോ. ആബിദ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ആയിഷുമ്മയെ ഓപ്പറേഷന് കൊണ്ടുപോയിരുന്നു. തലയിടിച്ച് റൂമിൽ വീണതാണ്. ആഴത്തിലുള്ള മുറിവൊന്നുമില്ലെങ്കിലും അത്യാവശ്യം മുറിവായിട്ടുണ്ട്. കൂട്ടത്തിൽ ബ്ലഡ് ലോസും. എല്ലാം അറിഞ്ഞപ്പോൾ അവനെവിടെ ഒരു ചെയറിലിരുന്നു. അവൻ വന്നതോടെ റസിയയും നിയാസിൻ്റെ ഉമ്മയും ഉപ്പയുമെല്ലാം വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. നിയാസിൻ്റെ അടുത്ത് വന്നു. ഇനി എന്നാൽ ഞങ്ങൾ മടങ്ങട്ടെ എന്ന് പറഞ്ഞു. റസിയയുടെ കൂടെയുള്ള ചാച്ചുവിൽ അവൻ്റെ നോട്ടം ചെന്നെത്തി. ഉമ്മാക്ക് എന്ത് പറ്റിയെന്നോർത്ത് ടെൻഷനോടെ വന്ന സമയത്തും ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും എല്ലാം ചാച്ചുവിനെ പറ്റിയും DNA ടെസ്റ്റിനെ പറ്റിയും ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. ആബിദ് അത് ചിന്തിക്കാൻ തുടങ്ങി. അവൻ ചാച്ചുവിൻ്റെ മുഖത്ത് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ചെറുതിലെ പ്രസവം കഴിഞ്ഞ ഉടനെ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുഞ്ഞ് ആബിദിനെ മുറിച്ചു വെച്ച പോലെ ഉണ്ടെന്ന്. ഇപ്പോൾ അവൻ തന്നെ പോലെയാണോ? ഇല്ല, തൻ്റെ മുഖച്ഛായയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാവും. ഇതുവരെ മുഖച്ഛായത്തെ പറ്റിയോ കുഞ്ഞ് തൻ്റേതല്ല എന്നതിനെ പറ്റിയോ ഒരു സംശയമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ ഇത്രയും സൂക്ഷ്മമായി നോക്കിയിട്ടില്ല. തങ്ങൾ പോകട്ടെ എന്ന് ചോദിച്ചിട്ട് ആബിദിൻ്റെ അടുത്തു നിന്നും പ്രതികരണം ഒന്നുമില്ലാത്തത് കൊണ്ട് റസി അവനെ വിളിച്ചു. വിളി കാതിൽ എത്തിയെന്നോണം അവരെ നോക്കിയപ്പോൾ അവർ തങ്ങൾ ചോദിച്ചതൊന്നും കേട്ടില്ലെന്ന് മനസ്സിലായി. ഞങ്ങളെന്നാ പോട്ടെ, അവരെ കൂടെ മോന് വയ്യാത്തതല്ലേ, അതുകൊണ്ട് പോകാം എന്ന് കരുതി. അവൾ അവളുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി. ഐഷുമ്മയെ റൂമിലേക്ക് മാറ്റാൻ വീണ്ടും 8 മണിക്കൂർ വേണ്ടി വന്നു. ആ സമയം അത്രയും ആബിദ് അവരെടുത്ത റൂമിൽ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും കഴിച്ചു കൂട്ടി. അവന് സത്യത്തിൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിനെ ഒരേ ഒരു ചിന്തയിലായിരുന്നു, ചാച്ചുവിൻ്റെ പിതൃത്വം. താനല്ല എന്നാകുമോ റിസൾട്ടിൻ്റെ അവസാനം എന്നൊരു ഭയം അവനെ ആ നിമിഷം മുതൽ പിടികൂടിയതാണ്. എന്നാൽ ഹാജിയാർ ആബിദൊന്നും കഴിക്കാതെയും കുടിക്കാതെയും ഒരേ ഇരുത്തം ഇരിക്കുന്നത് കണ്ടപ്പോൾ അത് തൻ്റെ ഉമ്മയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതി. ഉമ്മ അങ്ങനെ കിടക്കുമ്പോൾ സ്നേഹമുള്ള ഏതൊരു മകനും തൊണ്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല. അയാളുടെ മനസ്സ് കുറച്ച് ദിവസത്തിന് ശേഷം ഇത്തിരി സന്തോഷം നിറച്ചു. തൻ്റെ മകന് തങ്ങളോട് സ്നേഹമുണ്ടെന്നറിയവേ കുറച്ച് ആശ്വാസം മനസ്സിന് ലഭിച്ചതുപോലെ. റൂമിലേക്ക് മാറ്റിയതും ഐഷുമ്മക്ക് ബോധം ഒന്നും വന്നിരുന്നില്ല. പുതിയ വീട്ടിൽ റസിയയും കുഞ്ഞും ഒറ്റക്കാണെന്നുള്ള ബോധം പോലും 2 പേർക്കും ഇല്ലായിരുന്നു. ആദ്യമായി പുതിയ വീട്ടിൽ താനും മോനും മാത്രമായതിൻ്റെ ഒരു ഭയം റസിയക്കുണ്ട്. പഴയ വീട്ടിലായിരുന്നപ്പോൾ ഒരു ദിവസം മാത്രമേ ഇതുപോലെ ഒറ്റക്കായിട്ടുള്ളൂ. പക്ഷേ അവിടെ പേടിക്കാനൊന്നുമില്ലായിരുന്നു. ആ വീടിനോട് നല്ല പോലെ തഴങ്ങിയിട്ട് തന്നെയാണ് ഒറ്റക്ക് നിൽക്കേണ്ടി വന്നത്.
അയൽവാസികളുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയാൽ അതിനും പറ്റുന്നില്ല. കാരണം ഒന്ന് ഷാക്കിറയുടെ കുടുംബമാണ്. അവിടേക്ക് താൻ തീരെ പോകാൻ താല്പര്യമില്ല. അവർക്കൊക്കെ താൻ ഷാക്കിറയുടെ ജീവിതം ഇല്ലാതാക്കിയവളെന്നായിരിക്കും. പിന്നെയുള്ളത് ആ ചേട്ടത്തിയുടെ വീടാണ്. അവിടെ ആണെങ്കിൽ മക്കളും അച്ചായനുമുണ്ട്. അവരോടൊന്നും സംസാരിക്കാനോ ഇടപഴകാനോ വയ്യ. എന്തും വരട്ടെ എന്നവൾ കരുതി. ചാച്ചു ഉള്ളത് കൊണ്ടൊരു ഭാഗ്യം അവനെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി ചാച്ചുവിനെയും കൊണ്ട് ആ വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്നു. അവൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിലും ചാച്ചുമോൻ നന്നായി ഉറങ്ങി. പലവിധ ചിന്തകളിലൂടെ റസിയുടെ മനസ്സ് ചലിച്ചു. തൻ്റെ മോൻ്റെ ആയുസ്സിനെക്കുറിച്ച് മാത്രമാണ് കൂടുതലും. മണിക്കൂറുകൾക്ക് ശേഷം ഐഷുമ്മ ഹോസ്പിറ്റലിൽ കണ്ണു തുറന്നു. റൂമിൽ വെട്ടമുള്ളത് കൊണ്ട് തന്നെ കാഴ്ച ചെറുതായി മങ്ങുന്നുണ്ട്. എങ്കിലും തൻ്റെ മോനെയും ഭർത്താവിനെയും കണ്ടു. ആബിദിന് ഉറക്കം കിട്ടാതിരുന്നത് തന്നെ ഐഷുമ്മ ഉണരുന്നതും നിലക്കത്തോടെ ശബ്ദമുണ്ടാക്കിയതുമെല്ലാം അവൻ അറിഞ്ഞു. എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു. മോനെ, ഉപ്പ ഉറങ്ങാണല്ലേ? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കെന്താ പറ്റിയേ? കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഉമ്മയിൽ നിന്നും കേട്ട നോർമൽ സംസാരം അവനെ സന്തോഷത്തിലാഴ്ത്തി. ബുദ്ധി നോർമലായോ എന്നായിരുന്നു അവൻ്റെ സംശയം. കുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞോടാ? അശ്മയിൽ നിന്ന് കേട്ട അടുത്ത ചോദ്യത്തിൽ അവന് മനസ്സിലായി ഉമ്മയുടെ മനസ്സ് ആദ്യത്തെ പോലെ നോർമലായെന്ന്. ഇല്ലുമ്മ, അതിനുവേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വീണതും ഹോസ്പിറ്റലിലാണെന്നും അറിഞ്ഞത്. റസിയുടെ ശരീരം ആ ഓപ്പറേഷനുള്ള ആരോഗ്യമില്ലത്രേ. അപ്പോൾ എന്നോട് കൊടുക്കാനാണ് പറയുന്നത്. പിന്നൊരു കാര്യമുണ്ടുമ്മ, നമ്മൾ ആ വീട് വിറ്റ് വേറെ വീട് വാങ്ങി താമസം മാറിയതൊക്കെ ഉമ്മാക്ക് ഓർമ്മയുണ്ടോ? ആബിദിൻ്റെ ആ ചോദ്യത്തിൽ ഐഷുമ്മയുടെ തലയിൽ വെള്ളടി വെട്ടിയ പോലെ തോന്നി. അവരുടെ തലയ്ക്ക് അതിശക്തമായ വേദന അനുഭവപ്പെട്ടു. തലയിലെ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞ് ആ വെളുത്ത കെട്ടിലേക്ക് പടർന്നു. കേൾക്കാൻ ആഗ്രഹിക്കാത്തത് എന്തോ കേട്ടതുപോലെ. കേട്ടത് അതിശക്തമായ വേദന ഉളവാക്കുന്നതായിരുന്നു. തൻ്റെ ജീവനായ അത്രയും വില കിട്ടുന്ന വീടും സ്ഥലവും വിറ്റത് താൻ അറിയാതെ പോയിരിക്കുന്നു. വിറ്റിട്ട് കുറച്ച് ദിവസമായിരിക്കുന്നു. അതിൻ്റെ പണം കൊണ്ട് വേറെ വീട് വാങ്ങിയിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഇനി ഒരിക്കലും തങ്ങളുടെ ആ വീട് തിരിച്ചു കിട്ടില്ലെന്നല്ലേ? ആ വേദനയിലും അവർ ഉറക്കെ കരഞ്ഞു. ഉമ്മ! അവൻ്റെ വിളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഹാജിയാരും എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അവൻ പുറത്തേക്ക് ഓടിയിരുന്നു. BP കൂടിയതാണ്. ഡോക്ടർ വന്ന് പരിശോധിച്ച ശേഷം അവരോട് പറയുമ്പോൾ അവരത് കേട്ടുനിന്നു. നിങ്ങൾ സംസാരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞിരുന്നോ? താൻ പറഞ്ഞത് കേട്ടിട്ടും ഒരനക്കവുമില്ലാതെ ഇരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ വീണ്ടും ചോദിച്ചു. സത്യത്തിൽ ആബിദ് പേടിച്ചു പോയിരുന്നു ഉമ്മയെ അങ്ങനെ കണ്ടപ്പോൾ. ഡോക്ടർ വന്ന് സമാധാനത്തിലിരുന്ന അവൻ പക്ഷേ പിന്നീട് പറയുന്നതൊന്നും കേട്ടിരുന്നില്ല. വീണ്ടും എടുത്തു ചോദിച്ചപ്പോൾ അവനൊന്ന് തലയനക്കി. ഉമ്മാക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയാൻ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ആകുമെന്ന് തോന്നിയില്ല. വന്നത് വന്നു, ഇനി ഇങ്ങനെയുള്ളതൊന്നും പറഞ്ഞേക്കരുത്. ഡോക്ടർ ആബിദിന് മുന്നറിയിപ്പ് നൽകി. അവനൊന്ന് തലയാട്ടി. പിന്നെയും കുറച്ച് കഴിഞ്ഞാണ് ഉപ്പ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. മോനെ, ഈ എന്ത് പറഞ്ഞപ്പോഴാണ് ഉമ്മാക്ക് BP കൂടിയത്? ഉമ്മാക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടോ? അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടിയോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെ ചോദിച്ചത്. ആദ്യം തന്നെ ചാച്ചുമോനെ കുറിച്ചാണ് ഉമ്മ ചോദിച്ചത്. അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞോന്ന്. പിന്നെ നമ്മൾ വീട് വിറ്റതും വേറെ വീട്ടിലേക്ക് താമസം മാറ്റിയതും എല്ലാം ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചപ്പോഴാണ് ഉമ്മാക്ക് പിന്നെയും കൂടിയത്. അസുഖമായതിനു ശേഷം ഉള്ളതൊന്നും ഓർമ്മയില്ലെന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. ഐഷുമ്മയുടെ അസുഖം മാറി എന്നറിഞ്ഞതിലും സന്തോഷമായെങ്കിലും വീട് മാറിയതും വിറ്റതും ഒന്നും അറിഞ്ഞില്ലെന്നറിഞ്ഞപ്പോൾ ഒരു സങ്കടം അയാളെ പൊതിഞ്ഞു. തൻ്റെ പങ്കാളി അറിയാത്തതൊന്നും തന്നെ അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ടേയില്ല. എന്നാലും ഇനിയുള്ള ജീവിതത്തിൽ മാനസിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവൾക്ക് താനും തനിക്ക് അവളും ഉണ്ടാകുമല്ലോ എന്നോർത്തപ്പോൾ ചെറിയൊരു ആശ്വാസം അയാൾക്ക് അനുഭവപ്പെട്ടു. റസിയ! എടി റസിയ! പതിവില്ലാത്ത വിധം ആബിദിൻ്റെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. അങ്ങനെ ഒച്ചയിട്ട് വിളിക്കുന്നത് പതിവാണെങ്കിലും ഇത്രയും ദേഷ്യവും ശബ്ദവും ആദ്യമായിട്ടാണെന്ന് തോന്നി റസിയയ്ക്ക്. ഐഷുമ്മയെ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട്. തലയ്ക്ക് മാത്രമേ പരിക്കുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഐഷുമ്മ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഐഷുമ്മയെ വീട്ടിൽ കൊണ്ടുവന്ന ആശ്വാസത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് മോൻ്റെ ഡോക്ടർ വിളിച്ചപ്പോൾ പോയതായിരുന്നു ആബിദ്. കുഞ്ഞിനെയും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ചാച്ചുവിനെയും കൊണ്ടുപോയിരുന്നു. DNA ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു. അതിൻ്റെ ഷോക്കിൽ നിന്ന് മുക്തമാകാതെ വന്നതാണ് ആബിദ്. എന്തിനാണ് വിളിക്കുന്നതെന്നോർത്ത് അടുക്കളയിൽ നിന്നും ഓടി പേടിയോടെ വന്നവളെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവൻ മുടിയിൽ ചുറ്റി പിടിച്ചു.
പറയടി, ഈ എന്നെ ചതിച്ചത് എന്തിനാ? എല്ലാവരുടെയും മുന്നിൽ എന്നെ ഒരു പരിഹാസ കഥാപാത്രമാക്കിയത് എന്തിനാ? അത് പറയുമ്പോൾ ചാച്ചു തൻ്റെ മകനല്ല എന്ന് നിയാസിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് ആയിരുന്നു അപ്പോൾ അയാളുടെ മനസ്സിൽ. എന്താ അബി ഈ ചെയ്യണത്? ഐഷുമ്മ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അവൾക്ക് വേദനയാക്കുന്നതിലല്ല, അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തനിക്ക് ചെയ്തു തരാൻ ആരും ഉണ്ടാകില്ല എന്ന് ഓർത്തായിരുന്നു ഐഷുമ്മ അങ്ങനെ പറഞ്ഞത്. ഐഷുമ്മ പറഞ്ഞിട്ടും കേൾക്കാതെ അവൻ തൻ്റെ ഉപദ്രവം തുടർന്നു. എന്തേ അബി നീ ഈ ചതി എന്ന് പറയുന്നത്? ഐഷുമ്മ കാര്യം അറിയാതെ ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ അവൻ ഉപദ്രവിക്കുന്നത് നിർത്തി ഉമ്മയെ നോക്കി. കണ്ണ് കലങ്ങി ചുവന്നു. ചാച്ചു ചാച്ചു എൻ്റെ കുഞ്ഞല്ലമ്മ. അത് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ പടച്ചോനെ! ഐഷുമ്മയും ആജിയാരും നെഞ്ചിൽ കൈവച്ചു പോയി. ആബിദിൻ്റെ കുഞ്ഞല്ലെന്ന് പറയുമ്പോൾ അവരുടെ വിവാഹം കഴിയുമ്പോൾ അവൾക്ക് വയറ്റിലുണ്ടായിരിക്കണം. ഐഷുമ്മയുടെ നെഞ്ചിൽ ഒരു വേദന തളം കെട്ടി. അതിലേറെ ചാച്ചു അവൻ്റെ കുഞ്ഞല്ലെങ്കിലും ആബിദിന് കുഞ്ഞുണ്ടാവില്ലെന്ന സത്യം അവരെ അതിനേക്കാൾ ഏറെ തളർത്തി. ആബിദ് പറയുന്നത് കേട്ടതിലുള്ള ഷോക്കിലായിരുന്നു ആചാരും. ചാച്ചു ആബിദിൻ്റെ മോനല്ല, തൻ്റെ മക്കളിൽ ഒരാൾക്ക് മാത്രം കുഞ്ഞുങ്ങളില്ല. ഷാക്കിറക്ക് കുഞ്ഞുണ്ടായി എന്നതും ഒന്നുകൂടെ വയറ്റിലുണ്ടെന്നറിഞ്ഞതും അയാൾ ഓർത്തു. വീട് വിട്ട് വേറെ വീട്ടിലേക്ക് വന്നതെല്ലാം ഐഷുമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഷാക്കിറയും കുടുംബവും അവിടെ അടുത്താണ് താമസിക്കുന്നതെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ഷാക്കിറ രണ്ടാമത് ഗർഭിണിയായതും ഐഷുമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു. പറയടി, ഈ എന്നെ ചിരിച്ചു മയക്കി എടുത്ത് കല്യാണം കഴിച്ച് ചതിച്ചത് എന്തിനാടി? എനിക്കറിയണം, അറിഞ്ഞേ തീരൂ. ആബിദ് വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിടർന്നു. നിങ്ങൾക്കറിയണല്ലേ? എന്നാൽ കേട്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളെല്ലാവരും കൂടെ കൊന്നു തള്ളിയ നജീബിനെ? പണമില്ലെങ്കിലും അന്തസ്സായി ആരെയും പറ്റിക്കാതെ ജോലി ചെയ്ത എൻ്റെ ഇക്കയെ നിങ്ങളുടെ ഉങ്ക് കാരണം, പണം നൽകിയ അഹങ്കാരം കാരണം, ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞ് നിങ്ങളിതിനെ തേച്ചു മാച്ചു കളഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. ഒരിക്കൽ നിങ്ങളുടെ കൊള്ളരുതായ്മ കണ്ട് എന്നല്ലാതെ ഒരു തെറ്റ് ചെയ്യാതെ എൻ്റെ നജീബിക്ക് നിങ്ങൾ കൊല്ലണമെന്ന് വിചാരിച്ച് കാർ കൊണ്ട് ഇടിച്ചിട്ടിട്ടും മരണം വന്ന് വിളിക്കാതെ കിടപ്പിലായപ്പോൾ നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു നിങ്ങളെ ഞാൻ എൻ്റെ വലയിൽ വീഴ്ത്തിയത്. എന്നാൽ അപ്പോഴൊന്നും നിങ്ങളെ വിവാഹം കഴിക്കണമെന്നൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല. കിടപ്പിലാണെങ്കിലും എൻ്റെ ഇക്ക ഉണ്ടല്ലോ, ഇക്കയെ മറന്ന ഒരാളോടും കൂടെ കഴിയാൻ പോയിട്ട് അങ്ങനെയൊന്ന് ആലോചിക്കാൻ പോയും എനിക്ക് കഴിയില്ലായിരുന്നു. 6 മാസങ്ങൾക്കിപ്പുറം വീണ്ടും എൻ്റെ ഇക്ക നടക്കാൻ തുടങ്ങിയപ്പോഴും ആരോഗ്യം വീണ്ടെടുത്തപ്പോഴും ഞാൻ സന്തോഷിച്ചതായിരുന്നു. എന്നാൽ എൻ്റെ സന്തോഷമില്ലാതാക്കി ഇക്കയെ നിങ്ങൾ വീണ്ടും ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങളെയും ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കണമെന്ന് കരുതിയാണ് ഞാൻ 14 പോലും കഴിയാതെ നിങ്ങളെ അത്രയും വെറുപ്പായിരുന്നിട്ട് പോലും വിവാഹം കഴിച്ചത്. റസിയ പറയുന്നത് ഒന്നും താങ്ങാനുള്ള ശേഷിയില്ലാതെ ആബിദ് അത് കേട്ടുകൊണ്ട് ചുമരിനോട് ചേർന്നിരുന്നു. കല്യാണമെന്ന് തന്നെയായിരുന്നു ഞാൻ മനസ്സിലുറപ്പിച്ചത്. എന്നാൽ ചാച്ചു എൻ്റെ വയറ്റിൽ കുരുത്തു എന്നറിഞ്ഞതും ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റി. ആരെ നിങ്ങൾ ഇല്ലാതാക്കിയോ അയാളുടെ മകനെ നിങ്ങൾ മകനെ സ്നേഹിച്ച് നിങ്ങൾ അവനെ ഉപ്പയുടെ സ്നേഹം നൽകി അവനെ മോനെ എന്ന് വിളിപ്പിക്കുക. അതിൽ ഇതുവരെ ഞാൻ വിജയിച്ചു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാനും എൻ്റെ കുഞ്ഞും അനാഥാലയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. അവിടെ അവൻ്റെ ഓപ്പറേഷനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ പേരിലാക്കിയ നിങ്ങളുടെ സ്വത്തുക്കൾ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അവൻ്റെ ഉപ്പയെ ഇല്ലാതാക്കിയതിനുള്ള ചെറിയൊരു ശിക്ഷ ആവട്ടെ. മണിക്കൂറിൽ 1000 വട്ടം നിങ്ങൾ ഷാക്കിറയെ മച്ചി എന്ന് വിളിച്ചിരുന്നല്ലോ. എന്നാൽ ചെവി തുറന്നു കേട്ടോ, നിങ്ങളുടെ ഈ മകനാണ് കഴിവ് കെട്ടവന്. ഞാനും ചാച്ചുവും ഈ വീട്ടിൽ നിന്ന് പോകുന്നതോടെ അത് ഈ ലോകം അറിയും. നിങ്ങളെ ബന്ധുക്കളും വീട്ടുകാരും അയൽവാസികളും അറിയും. അപ്പോൾ നിങ്ങളെ മോനെ എന്ത് വിളിക്കും ഉമ്മ? പെണ്ണുങ്ങളെ മച്ചി എന്നാണെങ്കിൽ കുട്ടികളുണ്ടാകാത്ത ആണുങ്ങളെ എന്ത് പേരാണ് വിളിക്കല്? അവൾ പരിഹാസത്തോടെ ഐഷുമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പിന്നൊരു കാര്യം കൂടെ, നിങ്ങളെ ഭ്രാന്ത് മാറിയ സ്ഥിതിക്ക് ആ വീട്ടിലെ നിങ്ങളെ ആദ്യത്തെ മരുമകളുണ്ട്, രണ്ടാമത്തേത് അവൾക്ക് വയറ്റിലുണ്ട്. അവൾ എന്തായാലും ഭാഗ്യം ചെയ്തവളാ, അല്ലെങ്കിൽ ഒരിക്കലും അവൾ നിങ്ങളെ അടുത്ത് നിന്ന് രക്ഷപ്പെടില്ലായിരുന്നു. 2 കുടുംബവും തലയിലും തറയിലും വെക്കാതെ അവളെ നോക്കുന്നത്. ഇനിയുള്ള കാലം അവൾ ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാവും നിങ്ങളെ വിധി. റസിയ പറയുന്ന ഓരോ വാക്കും ഐഷുമ്മയുടെ ചെവിയിൽ ബോംബിട്ടതുപോലെ വന്ന് പതിച്ചു.
അതിൽ ഏറ്റവും ആഴത്തിൽ പതിച്ചത് ആബിദിൻ്റെ കുഞ്ഞല്ല ചാച്ചു എന്നറിഞ്ഞതായിരുന്നു. തൻ്റെ മകനൊരു കഴിവില്ലാത്തവനാണെന്ന് അറിഞ്ഞതായിരുന്നു. ഇനിയൊരു വിവാഹമോ കുഞ്ഞുങ്ങളോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നും ആബിദ് മനസ്സിലാക്കി. കുറച്ച് ആളുകളെങ്കിലും താനൊരു കഴിവ് കെട്ടവനാണെന്ന് മനസ്സിലാക്കിയതാണ്. റസിയ കുഞ്ഞിനെയും കൊണ്ട് പോയാൽ പിന്നെ തനിക്കൊരു വിവാഹം കഴിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളുള്ള ഏതെങ്കിലും നിവൃത്തിയില്ലാത്തവരെ മാത്രമേ പറ്റൂ. കുറച്ചു പേര് മാത്രമാണ് ചാച്ചു തൻ്റെ മകനല്ലെന്ന് അറിഞ്ഞത്. അവൾ പോയാൽ ഇനി ഇത് എല്ലാവരും അറിയും. അവളെ ഇവിടെ പിടിച്ചു നിർത്തുകയേ വകയുള്ളൂ. ഐഷുമ്മക്കും ആബിദിനും ഒരുപോലെ ചാച്ചു മകനല്ല എന്ന് മറ്റുള്ളവർ അറിയുന്നത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. റസിയ, നിൽക്ക്, കുഞ്ഞിനെയും കൊണ്ട് പോകല്ലേ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ പറയുന്നത് എന്ത് വേണമെങ്കിലും കേൾക്കാം. ആബിദാണ് അവളോട് അങ്ങനെ പറഞ്ഞതെങ്കിലും ഐഷുമ്മയും മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു. പുറത്തേക്കിറങ്ങാൻ നിന്ന റസിയയുടെ ചുണ്ടിലൊരു വിജയച്ചിരി വിടർന്നു. അല്ലെങ്കിലും അനാഥാലയത്തിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവൾ. തൻ്റെ പ്രതികാരം തീരണമെങ്കിൽ ചാച്ചു ജീവിതാവസാനം വരെ ഇവിടെ അയാളുടെ മകനായി ജീവിക്കണം. അവനെ പഠിപ്പിച്ച് നല്ലൊരു സ്ഥാനത്ത് എത്തിക്കണമെന്ന ആഗ്രഹം. തൻ്റെ ആഗ്രഹം പോലെ നടക്കണമെങ്കിൽ ഇവിടെ ജീവിക്കണം. എന്നാലും അവൻ പറഞ്ഞത് കേൾക്കാത്ത പോലെ മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നു. പോകല്ലേ റസിയ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. ഐഷുമ്മയും ആജിയാരും അത് കാണാൻ കഴിയാതെ കണ്ണുകൾ ഇറുക്കിയടച്ചു. തൻ്റെ മകൻ ഒരു പെണ്ണിന് മുന്നിൽ എല്ലാം അടിയറവ് വെച്ച് കാൽ പിടിക്കുക എന്നത് അവർക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയല്ലായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കാം, പക്ഷേ ഈ വീടും സ്ഥലവും കൂടി ചാച്ചുവിൻ്റെ പേരിലാക്കണം. പിന്നെ അവൻ്റെ ഓപ്പറേഷൻ വേഗത്തിൽ നടക്കുകയും വേണം. അതാണ് എൻ്റെ ആദ്യത്തെ കണ്ടീഷൻ. അത് രണ്ടും നടന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ള എൻ്റെ കണ്ടീഷൻ പറയാം. അപ്പോൾ അതുകൂടെ സാധിച്ചില്ലെങ്കിൽ ഞാനും മോനും ഈ പടി ഇറങ്ങും. അവൾ പറയുന്നത് എന്തും അനുസരിക്കാം എന്നതിന് അവർ തയ്യാറായിരുന്നു. റസിയയുടെ ഇഷ്ടങ്ങളുടെ ആദ്യപടിയായി അവളും കുഞ്ഞും ആബിദിൻ്റെ റൂമിൽ നിന്നും താമസം മാറ്റി. ഇതുവരെ അയാൾ തന്നെ തൊടുമ്പോൾ എല്ലാം പുഴുവരിക്കുന്ന ഫീലാണ് ഉണ്ടായിരുന്നത്. പ്രതികാരം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല എങ്കിൽ അയാളെ വിവാഹം കഴിക്കില്ലായിരുന്നു. തൻ്റെ മേലിൽ സ്പർശിക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഇനി മരണം വരെ അയാളെ തൊടാൻ പോലും അനുവദിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനമാണ്. പതിവില്ലാതെ കുഞ്ഞിനെയും കൊണ്ട് വേറെ റൂമിലേക്ക് നടക്കുന്ന റസിയെ പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും തടയാൻ അവന് കഴിഞ്ഞില്ല. അഹങ്കാരത്തോടെ പോയിട്ട് ഒന്നുറക്കെ അവൾക്കെതിരെ ഒന്ന് ശബ്ദം ഉയർത്താൻ പോലും അവന് കഴിയില്ലെന്നോർക്കെ ദേഷ്യം എവിടെ നിന്നോ എത്തി നോക്കുന്നുണ്ട്. അവൻ അതെല്ലാം കടിച്ചു പിടിച്ച് ആ നോട്ടത്തെ ഇല്ലാതാക്കി. നേരം ഒന്നുകൂടി ഇരുട്ടി വെളുത്തു. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ റസിയ ആദ്യമായി സുഖമായി ഉറങ്ങി. എന്നാൽ ആ വീട്ടിലെ മറ്റുള്ളവരുടെ ഉറക്കം അന്നു മുതൽ ഇല്ലാതായി. പ്രഭാതകൃത്യം കഴിഞ്ഞ് ചായക്കുള്ള കാത്തിരിപ്പായിരുന്നു ആബിദ്. അന്നേരം അവൻ ഇന്നലെ നടന്നതൊക്കെ മറന്നിരുന്നു. അതുകൊണ്ട് തന്നെ പതിവ് പോലെ റസിയ എന്ന് കാലെ വിളിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ അത് കേട്ട് റസിയ പതിവ് കാഴ്ച പോലെ പേടിച്ചു വേഗത്തിൽ വന്നില്ല. സാവകാശം വന്നു. അവൾ എന്തെന്ന് ചോദിക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്തിൻ്റെ മുറുക്കം കണ്ടിട്ടാണ് അവന് എല്ലാം ഓർമ്മ വന്നത്. അത് എനിക്കൊരു ചായ. അവൻ ശബ്ദം അത്രയും മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഞാനിവിടുത്തെ ഹോട്ടൽ സർവീസൊക്കെ നിർത്തി. ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലേ എല്ലാം അടുക്കളയിൽ കയറി വെച്ചുണ്ടാക്കണം. നിങ്ങൾ ഉമ്മാക്കും ഉപ്പാക്കും വയ്യെങ്കിൽ അതുകൂടെ ഏറ്റെടുക്കേണ്ടി വരും. ഞാനിവിടെ പാചകം ചെയ്യുന്നത് എനിക്കും എൻ്റെ മോനും മാത്രമായിരിക്കും. ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല, ഡ്രസ്സ് കഴുകുന്നതും നിങ്ങളെ മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന ബാത്റൂം നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യണം. അങ്ങനെയെല്ലാം. ഇനി ഒന്നിനും എന്നെ കിട്ടൂല. അത് പറയുമ്പോൾ അവൾക്ക് കിതപ്പ് അനുഭവപ്പെട്ടു. ജോലിക്ക് പോകുന്ന ഞാൻ ഇതൊക്കെ ചെയ്യണോ? ഒന്നാമത് ഒന്നും ചെയ്ത് ശീലമല്ല. രണ്ടാമത് ഇതെല്ലാം ആണുങ്ങൾ ചെയ്യുമ്പോൾ ആണത്തം നഷ്ടപ്പെടും. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.